2018 നമ്മൾ പറയുന്ന വലിയ ഫ്ലഡിൽ പ്രളയം, ആ പ്രളയം അതൊരു മാനേജ്മെന്റ് ഇഷ്യൂ അതിനകത്തുണ്ട്. ഇനിയെങ്കിലും നമുക്ക് തുറന്ന് സംഭവിക്കാൻ മാനേജ്മെന്റ് ഇഷ്യൂ. പൊതുവെ ആൾക്കാർക്ക് ഭീതിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇവിടെ ഫ്ലഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേടി പൊതുവേ ഉണ്ട്. അപ്പം കൊച്ചി സേഫ് ആണോ എന്നുള്ള കാര്യത്തില് 2018 നമ്മൾ പറയുന്ന വലിയ ഫ്ലഡിൽ പ്രളയം, ആ പ്രളയം എറണാകുളത്ത് വന്നിട്ടില്ല. ഞാൻ കടവന്നൂർ താമസിക്കുന്നതാണ്. എന്റെ വീടിനോട് വെള്ളം കയറിയിട്ടില്ല. എറണാകുളം ടൗണിൽ വെള്ളം മുങ്ങിയിട്ടില്ല. വെള്ളം വന്നത് ആലുവയിലും പറവൂരും അങ്ങനെയുള്ള ഭാഗങ്ങളിലാണ്. അവിടെ എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ അത് മേ ബി അത് ഒരുപാട് ഡിസ്പ്യൂട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. പലരും അത് ഇപ്പോഴും സെലിബ്രിറ്റി റെഡിയായിട്ട് ക്യാമറ ഇട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നിൽക്കുമ്പോഴും ഞാൻ പറയുന്നു അത് ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. അത് യഥാർത്ഥത്തിലുണ്ടായ ഒരു ഫ്ലഡാണെന്ന് ഇപ്പോഴും നമ്മളാരും വിശ്വസിക്കില്ല. കാരണം അതൊരു മാനേജ്മെന്റ് ഇഷ്യൂ അതിനകത്തുണ്ട്. ഇനിയെങ്കിലും നമുക്ക് തുറന്ന് സംഭവിക്കാൻ മാനേജ്മെന്റ് ഇഷ്യൂ. അത് പറയുന്നതാണ് ഇനി നല്ലത് ആക്ച്വലി. കാരണം ഇനിയും ഫ്ലഡ് വരും എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു മിസ്റ്റേക്കിൽ സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അതിനെ ന്യായീകരിക്കത്തക്കതായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം നമ്മളൊരു ഡാം തുറന്നു വിടുന്ന സമയത്ത് വേലിയേറ്റമാണെന്നുണ്ടെങ്കിൽ വെള്ളം രണ്ടും ഇങ്ങോട്ടേക്ക് വരുവാണ്. അതെ, കടലിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നു, ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നു. നാച്ചുറലി സ്പ്രെഡ് ടു സബർബൻ ഏരിയാസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം വരും.